ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ളതൊന്നുമല്ല, ഇന്ന് നമ്മൾ കുറച്ച് പുറത്തുനിന്നുള്ള ആനിമൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ ബാലരമ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലുണ്ടായിരുന്ന ചെറിയൊരു പേജാണ്. ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 10 കരടികളെ പറ്റിയിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇത് വലുതിൽ നിന്നും ചെറുതിലോട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതായത് ഏറ്റവും കൂടിയ വെയിറ്റ് മുതൽ ഏറ്റവും ചെറിയ വെയിറ്റ് വരെയാണ് എഴുതിയിട്ടുള്ളത്. സോ ഫസ്റ്റ് എൻ്റെ ധ്രുവക്കരടിയാണ്. ഏതാണ്? പോളാർ ബിയർ. നമുക്ക് എല്ലാവർക്കും അറിയാം, പോളാർ ബിയറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര കിലോഗ്രാം ആണ് ഭാരം? 700 കിലോഗ്രാം. അതേപോലെ തന്നെ ഓൾസോ നോൺ ആസ് ലാർജ് വൈറ്റ് ബിയർ. ലാർജ് വൈറ്റ് ബിയർ അതായത് വലിയ വെള്ളക്കരടി എന്നും ഇതിന് പേരുണ്ട്. എവിടെയാണ്? ആർട്ടിക് റീജിയണിലാണ് ഇത് താമസിക്കുന്നത്. അതേപോലെ വൈറ്റ് ഫറും ബ്ലാക്ക് സ്കിന്നും. ബ്ലാക്ക് സ്കിന്നിൻ്റെ അതായത് കറുത്ത തൊലിയുടെ മുകളിൽ വെളുത്ത രോമം, വെളുത്ത പൂട. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്കിന്ന്. ഇനി ഇതാ നോക്കോ. രണ്ടാമത്തത് കോഡിയാക്ക് കരടി, കോഡിയാക്ക് ബിയർ. എത്ര കിലോഗ്രാം ആണ്? 680 കിലോഗ്രാം. ഓൾസോ നോൺ ആസ് അലാസ്കൻ ബ്രൗൺ ബിയർ. അലാസ്കൻ ബ്രൗൺ ബിയർ എന്നും പേരുണ്ട് കേട്ടോ ഇതിന്. ഇനി സൗത്ത് വെസ്റ്റ് അലാസ്കയിലാണ് ഇത് ജീവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് കംചത്ക തവിട്ടുകരടി. ഇത് കൂടുതലും ആരും കേട്ട് കാണാത്ത പേരാണ്, ഞാനും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. കംചത്ക ബ്രൗൺ ബിയർ ആണ്. 650 കിലോഗ്രാം ഭാരമുണ്ട്. ഫാർ ഈസ്റ്റേൺ ബ്രൗൺ ബിയർ എന്നും ഇതിന് പേരുണ്ട്. ഓൾസോ നോൺ ആസ് ഫാർ ഈസ്റ്റേൺ ബ്രൗൺ ബിയർ. ലിവ്സ് ഇൻ റഷ്യ. റഷ്യയിലാണ് ഇത് ജീവിക്കുന്നത്. കംചത്ക പെനിൻസുല എന്നും പേരുണ്ട് കേട്ടോ. റഷ്യൻ കംചത്ക പെനിൻസുലയിലാണ് ഇത് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കംചത്ക തവിട്ടുകരടീനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. ഞാൻ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അടുത്തത് നാലാമത്തത് ഉസുറി തവിട്ടുകരടി. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കണ പേരാ. ഉസുറി ബ്രൗൺ ബിയർ 550 കിലോഗ്രാം, അതായത് 550 കിലോഗ്രാം ആണ്. ഈസോ ബ്രൗൺ ബിയർ എന്നും പേരുണ്ട്. ഓൾസോ നോൺ ആസ് ഈസോ ബ്രൗൺ ബിയർ. ലീവ്സ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലാണ് താമസിക്കുന്നത്. അടുത്തത് ഗ്രിസിലി കരടി. ഗ്രിസിലി ബിയർ ഞാൻ ഇവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും വലിയ അറിവൊന്നുമില്ല. 360 കിലോഗ്രാം ആണ്. നോർത്ത് അമേരിക്കൻ ബ്രൗൺ ബിയർ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ലീവ്സ് ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കൻ ബ്രൗൺ ബിയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നോർത്ത് അമേരിക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്. അടുത്തത് ആറാമത്തത് യുറേഷ്യൻ തവിട്ടുകരടി. യുറേഷ്യൻ തവിട്ടുകരടി അതായത് യുറേഷ്യൻ ബ്രൗൺ ബിയർ 300 കിലോഗ്രാം ഉണ്ട്. യൂറോപ്യൻ ബ്രൗൺ ബിയർ എന്നും ഇതിനെ അറിയപ്പെടും. പിന്നെ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ യുറേഷ്യ. ഒരുപാട് കാണപ്പെട്ടു വരുന്നത് യുറേഷ്യയിലാണ്. അതുകൊണ്ടാണല്ലോ യുറേഷ്യൻ തവിട്ടുകരടി എന്ന് പേര് വന്നത്. എങ്ങനെ? അടുത്തത് ഏഴാമത്തത് അമേരിക്കൻ കറുത്ത കരടി, അതായത് അമേരിക്കൻ ബ്ലാക്ക് ബിയർ. സ്വാഭാവികം. അടുത്തത് 250 ഗ്രാം ആണ് അതിൻ്റെ വെയിറ്റ് വന്നത്. കിലോഗ്രാം ആണ്. 250 ഗ്രാം എന്നൊക്കെ വരുമ്പോൾ 1/2 കിലോ അല്ല 1/4 കിലോ തന്നെ വരുള്ളൂ. അടുത്തത് ഫൗണ്ട് ഇൻ നോർത്ത് അമേരിക്കയാണ്. നോർത്ത് അമേരിക്കയിലാണ് ഇത് കാണപ്പെട്ട് വരുന്നത്. അടുത്തത് എട്ടാമത്തത് കന്നഡക്കരടി, സ്പെക്ടക്കിൾഡ് ബിയർ. ആദ്യമായിട്ടാണ് ഞാൻ ഈ കണ്ണാടി വെച്ച കരടീനെയൊക്കെ കാണുന്നത്. 200 കിലോഗ്രാം ഉണ്ട്. അതേപോലെ തന്നെ സൗത്ത് അമേരിക്കൻ ബിയർ എന്ന് പേരുണ്ട്. ഇതാ നോക്കിക്കോ. ലീവ്സ് ഇൻ ദ ആൻഡസ് മൗണ്ടെയ്ൻസ് ഇൻ നോർത്ത് വെസ്റ്റ് സൗത്ത് അമേരിക്ക. നോർത്ത് വെസ്റ്റ് സൗത്ത് അമേരിക്കയിലെ ആൻഡസ് മൗണ്ടെയ്ൻസിലാണ് ഇവ താമസിക്കുന്നത്. സൗത്ത് അമേരിക്ക എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒമ്പതാമത്തത് ഏഷ്യൻ കറുത്ത കരടി, ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 190 കിലോഗ്രാമേ ഉള്ളൂ. ഇവരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അടുത്തത് മൂൺ ബിയർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും പാകിസ്ഥാൻ, കൊറിയൻ പെനിൻസുല, ചൈന ഇനിയുമുണ്ട് കേട്ടോ രാജ്യങ്ങൾ ഇവരെ കാണപ്പെടുന്നതിൽ.
എവിടെയൊക്കെ കാണും? ഇന്ത്യൻ നോർത്തേൺ പാർട്ട്, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ നോർത്തേൺ പാർട്ടിലും പാകിസ്ഥാനിലും കൊറിയൻ പെനിൻസുല, ഓക്കെ, ചൈനയിലും ഒക്കെയാണ് ഇവയെ കാണുന്നത്. ഇതിലും കൂടുതൽ രാജ്യത്തൊക്കെ ഇവ ഉണ്ടെന്നാണ് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത്. അടുത്തത് 10ാമത്തത് സ്ലോത്ത് കരടി. അത് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ വലിയ അറിവില്ല അതിനെ പറ്റിയിട്ടും. സ്ലോത്ത് ബിയർ 105 കിലോഗ്രാമേ ഉള്ളു. ഈ 700 കിലോയിൽ നിന്നും 105 വരെ വളരെ താന്നു വന്നു. അടുത്തത് ഇന്ത്യൻ ബിയർ എന്നും അറിയപ്പെടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലാണ് ഇതിൻ്റെ താമസമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ക്ലാസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ.